ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് സർക്കാർ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, ജനങ്ങൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും നല്ലൊരു സർക്കാർ ഉള്ളപ്പോൾ മറ്റെന്തിന് ചിന്തിക്കണം എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് അത് എന്റെ മനസ്സിൽ നിറഞ്ഞു. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള ചെയ്യാൻ പറ്റുന്നത് പറയൂ, പറയുന്നത് ചെയ്യും. അവർക്ക് പറ്റിയ ഒരു സർക്കാരുമുണ്ട്. ഇത് നിങ്ങൾക്ക് വലിയ പുതുമ ഉണ്ടാവില്ല, എന്നെ സംബന്ധിച്ച് വലിയ കൗതുക. നമ്മുടെ ഈ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാവരിലും എത്തിക്കുക, ജനങ്ങളുടെ ക്ഷേമം തന്നെയാണല്ലേ, എല്ലാവരിലേക്ക് എത്തിക്കുകയാണ്. ഇതൊക്കെ ഇവിടെ വരണുണ്ടോ എന്ന് നമ്മുടെ എന്താ കേരളത്തിലുള്ള സമൂഹം മുഴുവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നൊക്കെ കൃത്യമായിട്ട് വരണുണ്ടോ? വരണുണ്ട്. ദേ നിൽക്കുന്നു. ഓ, കൈ നിറയെ പൈസ ആയിട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ വലിയൊരു കാശുകാരൻ. നമ്മുടെ ജനങ്ങളുടെ കാശുമായിട്ട് ഇറങ്ങിയതാ. ഷിബി, ഒരുപാട് സന്തോഷം. ഈ ക്ഷേമ പെൻഷൻ അത് എന്തൊക്കെ ക്ഷേമ പെൻഷനിൽ വിതരണം ചെയ്യുന്ന എന്തൊക്കെ പെൻഷനാണ് വിതരണം ചെയ്യുന്നത്? ഇപ്പൊ നൽകുന്ന വാർദ്ധക്യ പെൻഷൻ, അതോടൊപ്പം കർഷക തൊഴിലാളി പെൻഷൻ ഉണ്ട്, വിധവ പെൻഷൻ ഉണ്ട്, അതോടൊപ്പം അൺമാരീഡ്, അതായത് 50 വയസ്സിന് മുകളിൽ വിവാഹം കഴിക്കാത്തവർക്കുള്ള ഒരു പെൻഷൻ കൂടിയുണ്ട്. അതോടൊപ്പം വികലാംഗ പെൻഷൻ ഉണ്ട്. ഇങ്ങനെ വിവിധ തരങ്ങളായിട്ടുള്ള പെൻഷൻ. കെട്ടിട നിർമ്മാണ തൊഴിലാളി നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ അത് വേറെ തന്നെയാണ്, അത് വേറെ തന്നെ വരും. അതിൽ 60 വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് ഇവിടെ ക്ഷേമ പെൻഷനായിട്ട് വാർദ്ധക്യ പെൻഷൻ നൽകി വരുന്നുണ്ട്. വാർദ്ധക്യകാലത്ത് അവർക്ക് വേണ്ട ആശുപത്രി ചെലവിനും അത്യാവശ്യം ഭക്ഷണ സാധനങ്ങൾക്കും എല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വീട്ടുകാരെ പൂർണ്ണമായും ആശ്രയിക്കാതെ അവർക്ക് ജീവിക്കാനുള്ള ഒരു ഉപാധിയായിട്ട് ഈ ക്ഷേമ പെൻഷൻ മാറുന്നുണ്ട്. അതായത് 1ഉം 2ഉം പിണറായി സർക്കാരിലൂടെ 73,000 കോടി രൂപയാണ് ഏകദേശം 63 ലക്ഷത്തോളം ആൾക്കാർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരു സർക്കാർ അല്ലേ. അപ്പോ ആ സർക്കാരിന്റെ ആ പറഞ്ഞ വാക്ക് പാലിക്കലും ഇന്ന് സിബി ആ ജനങ്ങളുടെ അടുത്തേക്ക് ഈ കാശുമായി പോകുന്നതും അവരുടെ പ്രതികരണവും എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഞാനും കൂടുകയാണ്, ഞങ്ങളുടെ ക്യാമറയും കൂടുകയാണ്. പോകല്ലോ. അപ്പൊ ഞാന് സിബിയുടെ സ്കൂട്ടറിന്റെ ബാക്കിൽ തന്നെ ഇരുന്ന് പോയാണ്. തൽക്കാലം ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ബൈക്കിൽ പോകുന്നവര് മസ്റ്റായിട്ട് ഹെൽമെറ്റ് ഇടണം. ഇത് വളരെ പതുക്കെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് സഞ്ചാരം. അപ്പൊ ആ തൊഴിലാളികൾ എവിടെയാ? അവിടെ കുറച്ചങ്ങോട്ട് അങ്ങോട്ട് പോവാം. അവരങ്ങൊരു അമ്പലമുണ്ട്, അവിടെയോ? അതിന്റെ പരിസരത്തായിട്ട് എല്ലാരും കുറെ പേര് അവര് ഒരുമിച്ച് അവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഷിബി വളരെ സന്തോഷത്തോടു കൂടി അവിടെ ഒരു കാഴ്ച എനിക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കുറച്ച് നാളായിട്ട് നമ്മളെ കേരളം കാണുന്ന സന്തോഷമുള്ള കാഴ്ച. പെൻഷൻ വന്നതിന് ശേഷം എന്തൊക്കെയാണ് സന്തോഷങ്ങള്? ഇപ്പം നമുക്ക് നവംബർ മാസം മുതൽ 2000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. ഇടയ്ക്ക് അമ്മമാർക്ക് 600 രൂപ പെൻഷൻ ഉണ്ടായത്. അതെ, 600 വേണം വളർന്ന് 2000. ഈ പെൻഷൻ കിട്ടിയതിനു ശേഷം എന്താണ് ജീവിതത്തിൽ ഒരു മാറ്റം എടുത്തു പറയാനുള്ളത്? അല്ലെങ്കിൽ ദാരിദ്ര്യമില്ലാതെ ജീവിക്കുന്നുണ്ട്. ദാരിദ്ര്യമില്ല, അത് ശരിയാണ്. നമ്മൾ അതിദാരിദ്ര്യം മാറ്റിയൊരു നാട് കൂടെയാണ്. അതിദാരിദ്ര്യത്തിന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ദാരിദ്ര്യമില്ലാതെ ജീവിക്കേണ്ടത് മക്കളെ എന്ന് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യണല്ലോ. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് പിള്ളേർക്ക് വിളിച്ചിട്ട് അങ്ങോട്ടൊരു പോക്കറ്റ് മണി കൊടുക്കാൻ ഇപ്പൊ പറ്റുന്നുണ്ടല്ലേ. സന്തോഷമാണ്. അപ്പൊ ഈ തൊഴിലുറപ്പിന് പുറമെയാണ് ഈ പെൻഷൻ കിട്ടുന്നത്. പെൻഷൻ ഇപ്പൊ കൂടിയതിനു ശേഷം എങ്ങനെയുണ്ട്? പെൻഷനൊക്കെ കൊടുക്കുന്നത് ആൾക്കാർ ട്രഷറിയിൽ വന്ന് വാങ്ങിയാണ്, അല്ലെങ്കിൽ ബാങ്കുകളിൽ പോയി എടുക്കുകയാണെന്ന്. പക്ഷെ ഇവിടെ കണ്ട കാഴ്ച നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷിബിൻ വന്നിട്ട് നേരിട്ട് അവർ നിൽക്കുന്ന സ്ഥലത്ത്. ഇത് ഇന്നത്തെ കാഴ്ചയാണോ അതോ പതിവായിട്ട് ഇങ്ങനെ തന്നെയാണോ? ഷിബിൻ ഇങ്ങനെ വരുമല്ലേ നിങ്ങൾക്കരയിലേക്ക്? അവിടെ വരും. അവിടെ കൊണ്ടുപോയി നിൽക്കുന്നിടത്ത് കൊണ്ടുപോയി പെൻഷൻ കൊടുക്കുകയാണ്. ഷിബി ശരിക്കും ഒഫീഷ്യൽ ആയി ഇതിനെന്താ പറയാ ജോലിക്ക്? ഞാൻ സഹകരണ ബാങ്കിന്റെ കിനാനൂർ ബാങ്കിന്റെ കളക്ഷൻ ഏജന്റ് ആണ്, DD ഏജന്റ് ആണ്. DD ഏജന്റ് തന്നെയാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, എത്രയുണ്ട്? 2000 അല്ലേ? കൊള്ളാലോ. തിരക്കിലാണല്ലേ? പൈസ തെറ്റുവോ? പൈസ തെറ്റും. ഞാൻ ആദ്യം വിചാരിച്ചത് ചെക്ക് കൊണ്ട് കൊടുക്കുകയാണ്. ഒന്നുമല്ല കേട്ടോ, കാശ കൊണ്ടുവരുന്നല്ലേ. അമ്മയുടെ പേരെന്താണ്? ഇത് പെൻഷൻ ഉണ്ടല്ലേ, കിട്ടുന്നുണ്ടല്ലോ അല്ലേ? സന്തോഷമാണ്. കൊള്ളാം, സന്തോഷമാണോ? മാലയുടെ ഒക്കെ കനവൊക്കെ നോക്കിയേ. എന്തൊരു ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. സന്തോഷമാണ് ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലയൊക്കെ വെച്ച്. ഇപ്പൊ ആരെയും ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാം. കൂടി തൊഴിലുറപ്പും കൂടി ആകുമ്പോ ആരെയും ആശ്രയിക്കണ്ട. മക്കൾക്ക് പെട്രോൾ ചെയ്യാനുള്ള കാശൊക്കെ കൊടുക്കുമോ? കൊടുക്കും. പേരക്കുട്ടി. അയ്യോ, എന്നെ കാഴ്ച അല്ലേ. ഗവൺമെന്റ് എന്ന് വെച്ചാൽ എല്ലാരും വീടുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ കുറെ പേരെ ഇരുന്ന് വീട്ടിൽ പോയാലും കാണാൻ പറ്റൂല, കാരണം തൊഴിലുറപ്പിനെല്ലാം വരുന്നോണ്ട് ഇങ്ങനെ. അപ്പൊ ഇവരെല്ലാം ഒത്തുകൂടുന്ന തൊഴിലുറപ്പിന്റെ അടുത്ത് ഉണ്ടാവും. പരമാവധി ഇവിടെ വന്നു കഴിഞ്ഞാല്
കുറെ പേർക്ക് നമുക്ക് ഒരുമിച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. എന്തായിരുന്നാലും ഇതൊക്കെയാണ് ഈ ക്ഷേമ പെൻഷന്റെ നേർക്കാഴ്ചകൾ, സന്തോഷമുള്ള കാഴ്ചകൾ. നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് അനുഭവം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ദാരിദ്ര്യത്തിന്റെ വഴികളിലൂടെ നമ്മൾ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളും അറിവുകളും ഷെയർ ചെയ്തുമാണ് നമ്മുടെ പുതിയ തലമുറയെ വാർത്തെടുത്ത നിങ്ങൾക്ക് എന്ന് ഇതുപോലെ ഇരിക്കട്ടെ നല്ല കാര്യങ്ങൾ. ക്ഷേമ പെൻഷന്റെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ചോദ്യങ്ങളുണ്ട്. അതായത് ഈ ക്ഷേമ പെൻഷൻ സർക്കാരിന് അധിക ബാധ്യത വരുത്തി വെക്കുകയില്ലേ, ഇതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യം സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം വന്ന ചോദ്യമൊന്നുമല്ല. സോഷ്യൽ മീഡിയ വരുന്നതിന് മുൻപും ഇത്തരം ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ കർഷക തൊഴിലാളി പെൻഷൻ ആദ്യമായിട്ട് നടപ്പാക്കുന്നത് EK നയനാർ ഗവൺമെന്റ് ആണ്. അന്ന് EK നയനാർ കൊടുത്ത ഒരു മറുപടി ഉണ്ട്. അതവർ എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇത് കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, അത് അവരുടെ അവകാശമാണ്. സത്യത്തില് നമ്മളിപ്പോ ഈ കണ്ട കാഴ്ചകൾ അതൊക്കെ തന്നെയല്ലേ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വാർദ്ധക്യ പെൻഷനാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ, 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക്. ഇത് വരുമ്പോ സന്തോഷമുണ്ടോ? അതുണ്ടാവുമല്ലോ, നമ്മുടെ സർക്കാർ കൊണ്ട് തരുന്നതല്ലേ അല്ലേ? അതന്നെ. പൈസ കിട്ടുന്ന പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഇനി വലിയ ജോലിയൊന്നും ചെയ്യാനൊന്നും ആവൂല. അതെ, അങ്ങനെ എങ്ങനെയെങ്കിലും മക്കൾ തന്നാ ജീവിക്കാന്നുള്ള അവസ്ഥയിലാണ് ഇല്ലത്. അപ്പൊ പിന്നെ ഇത് കിട്ടുന്നതും വലിയ കാര്യം തന്നെയാണ്. വലിയ കാര്യം തന്നെയാണ്. നാനാ മേഖലയിലും എത്തി അതായത് നമുക്ക് സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്തി നേരിട്ട് കൊണ്ട് കൊടുക്കുന്നു. ഇത് നിങ്ങൾക്ക് വലിയ പുതുമ ഉണ്ടാവില്ല, എന്നെ സംബന്ധിച്ച് വലിയ കൗതുക. ഇപ്പൊ നമ്മുടെ ഈ ഭാഗത്ത് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഇത് 2 വാർഡിന്റെയാണ് ഞാൻ കൊടുക്കേണ്ടത്. ഇതുപോലെ നമ്മുടെ ബാങ്കിന് വേറെ 2 സ്റ്റാഫ് ഉണ്ട്, അവര് വേറെ 2 വാർഡുകളിൽ കൊടുക്കും. ഇവിടെ ഇപ്പൊ ആരാ? ഇത് കുഞ്ഞമ്മാർ എന്ന് പറയുന്ന ഒരു അമ്മയാണ്. നമസ്കാരമേ. അപ്പോ ഷിബിന്റെ ജോലി തുടങ്ങുന്നത് അമ്മ എങ്ങനെയുണ്ട്? ഈ പെൻഷനൊക്കെ കൃത്യമായി കിട്ടിയതിന് ശേഷം സന്തോഷമാണോ? എന്ന് പറയുന്നു ഗവൺമെന്റിന്റെ ഇനിയും പൈസ കൂട്ടണോ അതോ? ഞാനൊന്നും പറയാ, ഇത് അല്ലേ കഴിയുന്നത് ജനങ്ങൾക്ക് തരട്ടെ അല്ലെ? അപ്പൊ വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഈ കണ്ടതല്ലേ. അമ്മമാരുടെ ഈ ഒരു സന്തോഷം കാണുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഈ ദൈവത്തെയൊക്കെ കാണും പോലെയാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ മുഖം കാണുമ്പോൾ അവര് ദൈവത്തെ കാണുമെന്ന് പറയും പോലെ നമുക്ക് ഈ മുഖം കാണുമ്പോൾ അമ്മമാരെ കാണുമ്പോൾ ആ സന്തോഷം. ശരി അമ്മ, ഈ സന്തോഷമായി ഞങ്ങൾ അങ്ങ് ഇറങ്ങുകയാണ്. അടുത്തങ്ങോട്ടാ പോണേ? പിന്നെ ഇവിടെ വണ്ടി വെച്ചിട്ട് അതിലൂടെ അങ്ങോട്ടേക്ക് നടന്നിട്ട് പോകണം, പിന്നെ കാണുന്ന വീട്ടിലോട്ട് പോകണം. അവിടെ പോകണ്ട, നിങ്ങൾ ഒരു ദിവസം ഒരുപാട് കുറെ നടക്കേണ്ടി വരും. ശരിക്കും വലിയ സേവന നടന്നതല്ലേ നമ്മുടെ ഈ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ. ശരിക്കും എല്ലാവരിലും എത്തിക്കുക, ജനങ്ങളുടെ ക്ഷേമം തന്നെയാണല്ലേ, എല്ലാവരിലേക്ക് എത്തിക്കുകയാണ്. അമ്മയുടെ ചിരി കണ്ടോണ്ടോ കയറി വന്നത് എന്നെ മനസ്സിലായി. ഇപ്രാവശ്യം ഒരു പുതിയ ആളും കൂടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ വരണുണ്ടോ എന്ന് നമ്മുടെ എന്താണ് കേരളത്തിലുള്ള സമൂഹം മുഴുവൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നൊക്കെ കൃത്യമായിട്ട് വരണുണ്ടോ? വരണുണ്ട്. അമ്മയ്ക്കിപ്പോ യാത്ര ചെയ്യാനൊക്കെ പറ്റുമോ? പറ്റും. അപ്പൊ എല്ലാ പ്രാവശ്യവും ഒന്നിലെ അവിടെ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരും. ഈ പെൻഷനൊക്കെ വന്നതിന് ശേഷം എങ്ങനെയുണ്ട്? സന്തോഷാണോ? അത് കയറി വരുമ്പോ തന്നെ അമ്മയുടെ മുഖത്തെ ചിരി കണ്ടു. പിന്നെ അല്ലേ, ഞാൻ അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ല, കാശ് വരുമ്പോ ആർക്കാ സന്തോഷമില്ലാത്തല്ലേ. ഷിപ്പിന്റെ അപ്പൊ അടുത്ത ഇങ്ങോട്ടാ യാത്ര. അതിന് നമുക്ക് കൊടുക്കേണ്ട ഒരു വികലാംഗ പെൻഷൻ. സംസാരിക്കാനോ കേൾക്കാനോ ഒന്നും പറ്റാത്ത ഒരമ്മയാണ്. അവൾ ഈ വീടിന്റെ തൊട്ടടുത്ത വീടാണ്, അവർ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ കൊടുക്കാം. സാധാരണ അവര് വീട്ടിലേക്കാണ് പോയി കൊടുക്കാറ്. അപ്പൊ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. പേര് അമ്മയുടെ പേര് എങ്ങനെയാണ്? കാർത്തിയാനി അമ്മ. സംസാരിക്കാനോ നമ്മൾ പറയുന്നതൊന്നും കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. ക്ഷേമ പെൻഷൻ ജനങ്ങൾക്ക് സർക്കാർ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, ജനങ്ങൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നു എന്നൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ക്ഷേമ പെൻഷന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ, ആ കാത്തിരിപ്പ് മനസ്സിലാക്കി കൃത്യസമയത്ത് അത് കൊണ്ട് എത്തിക്കുന്ന ആൾക്കാർ, ആ ക്ഷേമ പെൻഷൻ കയ്യിലേക്ക് വരുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ആ ഒരു സന്തോഷത്തിന്റെ അല്ലെ, ആ ഒരു സന്തോഷം, ഇതൊക്കെയാണ് നമ്മളിപ്പോ നേരിട്ട് കണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ആശ്രയവും നഷ്ടപ്പെട്ടവരും നിരാലംബരും ആയിട്ടുള്ള ജനങ്ങളെ ചേർത്ത് പിടിക്കൽ കൂടെയാണ് ജനാധിപത്യം. ആ ജനാധിപത്യ കാഴ്ചയാണ് സത്യത്തിൽ സന്തോഷത്തോടു കൂടി ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാജൻ കോമരം ഉണ്ട് ഇവിടെ. രാജൻ കോമരം? ഓ, തീയും കിട്ടുന്ന കലാകാരൻ.
അപ്പൊ നമുക്ക് വലിയ ആചാര്യ തുല്യനും ഗുരുവൊക്കെയാണ് ഈ ഇരിക്കുന്നത്. നമ്മൾ ക്ഷേത്രം വീടിയാണ് ആ ആ അവിടെ ചെയ്തുകൊണ്ടിരുന്നതാണ് ചടങ്ങുകളെല്ലാം. ആ ആ ഇപ്പൊ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പോകാത്ത കുറെ ആയി. കൊറോണ വന്നതിന് ശേഷമാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. സത്യം കേട്ടോ, കൊറോണ വന്നതിന് ശേഷം ഒരുപാട് കലാകാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവരെയും നമ്മള് ഈ അല്ലേ നമ്മുടെ ക്ഷേമ പെൻഷനിലൂടെ നമ്മൾ തുണയാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്ത് പറയുന്നു, ഒരു 600 രൂപയിൽ നിന്ന് ഇപ്പൊ ഒരു 2000 രൂപയിലേക്ക് എത്തുമ്പോ എന്തെങ്കിലും 2000-ലേക്ക് വരുമ്പോഴെന്ന് പറഞ്ഞാല് മുന്നേ കെട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു ഒരാഴ്ചക്കത്തേക്ക് വേണ്ടുന്ന ഒരു ഗുളിക വാങ്ങിക്കാൻ വേണ്ടി തികയില്ല. സത്യം. ഇപ്പോ ഒന്നുമില്ലെങ്കിൽ ഒരു മാസത്തേക്ക് വേണ്ടുന്നത് നമുക്ക് സൗകര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റും. ദൈവത്തിനും നമ്മുടെ സങ്കടങ്ങൾക്കും ഇടയിൽ നിന്ന് സങ്കടം കേട്ട് ദൈവത്തിനോട് പറയുന്ന ആ പ്രതിപുരുഷനെയാണ് നമ്മൾ കണ്ടുവന്നത്. എന്തായിരുന്നാലും ഈ ഒരു ക്ഷേമ പെൻഷനിലൂടെ അവരുടെ കാര്യങ്ങള് ഇത്രയെങ്കിലും മുന്നോട്ട് പോകുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എങ്ങോട്ടാ നമ്മള് അടുത്ത? നമുക്ക് ഇവിടെ ഒരു വീടുണ്ട്, തൊട്ട് പുറകിൽ ഒരു വീട്ടില് 2 പേർക്ക് കൊടുക്കാനുണ്ട്. ഈ 2000 രൂപ കിട്ടിയപ്പോ സന്തോഷമാണോ? സന്തോഷമാണ്. അത് കിട്ടുന്നുണ്ട്. ഒരു പട്ടി ഈ ഗുളിക വേണം. ആ ഗുളികയല്ലേ ഷുഗർ എല്ലാം എല്ലാം അതിനായില്ലേ? ആ പ്രഷറിന്റെ ഗുളികയ്ക്ക് നല്ല കാശുണ്ടല്ലോ. ഒരു പടി പ്രഷർ കൂട്ടി എനിക്കുണ്ട്. അതാണ് ഈ ഗുളികയുടെ വിലയൊക്കെ പറഞ്ഞ എനിക്ക് പിടിയിട്ടും പെട്ടെന്ന്. അമ്മ ഭയങ്കര ഇതൊന്നും അല്ല അമ്മയുടെ വേഷം കേട്ടോ. അമ്മ നല്ല ഗംഭീരമായിട്ടൊക്കെ ഡ്രസ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. പെട്ടെന്ന് വന്നപ്പോ ആ വേഷത്തില് നമ്മുടെ കൂടെ കൂടിയതാ. പണിക്കിടയില്ലേ അതേ അമ്മയുടെ മോള് കുറച്ച് തണ്ണിമത്തനൊക്കെ കൊണ്ടുവന്നു കേട്ടോ. ശരി, നമുക്ക് അമ്മ ഇങ്ങോട്ടും ഷുഗർ എനിക്ക് കുഴപ്പമില്ല കേട്ടോ. അമ്മയ്ക്ക് ഇത് കഴിക്കാവോ? ഇത് നല്ല ഷുഗറാ. എനിക്കാണെങ്കിൽ ലോ ഷുഗർ കഴിക്കാം. അയ്യോ അങ്ങനെ പറയണ്ടേ. സന്തോഷം പങ്കുവെച്ചതാ കേട്ടോ ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പിന്നെ വേറെ ആരൊക്കെ ഉണ്ട് ഇവിടെ? വീട് എന്റെ ആങ്ങളുണ്ട്, ആങ്ങളൊരു ഭാര്യയുണ്ട്, മറ്റനിയത്തി ആരുള്ള പുറത്ത്. പിന്നെ എനിക്ക് മക്കളൊന്നുമില്ല, ഭർത്താവില്ല, ഭർത്താവ് മരിച്ചു. അപ്പം ഇതൊക്കെ കിട്ടുന്നത് കുറച്ച് ഇതല്ലേ. പിന്നെ സന്തോഷം. അമ്മ ഇത് പറഞ്ഞു കേട്ടപ്പോ എനിക്കൊരു ആശ്വാസമാണ് തോന്നുന്നത്. അതെ, പിന്നെ കൊണ്ട് അടുത്ത് പേരൊക്കെ കൊണ്ടുവന്നത് എല്ലാം കൂടെ ഇന്ന് നമ്മളാണല്ലോ ഭയങ്കര സന്തോഷം അമ്മയെക്കാളും. വാ, ദേ നിറഞ്ഞ ചിരിയും നിറഞ്ഞ മനസ്സുമായിട്ടാണ് ഇവിടെ നിറഞ്ഞത്. എനിക്കൂടെ ഈ കണ്ണൂരും കാസർഗോഡും വന്നു കഴിഞ്ഞാല് നമ്മളെ വെറും വയറുമായിട്ട് വിടത്തില്ല കേട്ടോ. എന്നാലും മുന്നറിയിപ്പില്ലാതെ വന്നിട്ട് ഇത്രയ്ക്ക്. അപ്പൊ മുന്നറിയിപ്പുമായിട്ട് വന്നെങ്കിലോ ഇത് വിരുന്ന് തന്നെ നടത്തിയേനെ. അത് മാത്രമല്ല അവസാനം പറഞ്ഞു ഇത്രയും നല്ലൊരു സർക്കാരുള്ളപ്പോൾ മറ്റെന്തിന് ചിന്തിക്കണമെന്ന് പറഞ്ഞ ആ ഒരു വാക്ക് അതെന്റെ മനസ്സിൽ നിറഞ്ഞു. ഇതൊക്കെയാണ് നവകേരളത്തിലൂടെയുള്ള കാഴ്ചകൾ. പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന മുഖങ്ങൾ, ആ പ്രതീക്ഷയ്ക്ക് കൈകൊടുക്കുന്ന പ്രിയപ്പെട്ടവർ. ചെയ്യാൻ പറ്റുന്നത് പറയൂ, പറയുന്നത് ചെയ്യും. അതാണ് ഉറപ്പ്, അല്ലെങ്കിൽ വിശ്വാസം. ഇതെന്ത് ഈ കാശ്? മരുന്ന് മേടിക്കാനും അതിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അതിനെ പറ്റി എന്തൊക്കെയാ? ഹാർട്ടിന്റെ അസുഖം മാസം തോറും വേണം. അത് എന്തെന്ന് വേണ്ടത്? മരുന്നൊക്കെ വാങ്ങാന് 1000 രൂപ മരുന്ന് വാങ്ങാൻ പോകണം. വേണ്ടേ? 60 വയസ്സ് കഴിഞ്ഞവർക്കുള്ളത് മാത്രമല്ല കേട്ടോ നമ്മൾ ഈ കൊടുത്തുകൊണ്ട് വന്ന കാഴ്ചകളിൽ കണ്ടത്. അതായത് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ളതുണ്ട്, കർഷക തൊഴിലാളികൾക്കുള്ളതുണ്ട്, വിധവാ വാർദ്ധക്യ പെൻഷൻ ഉണ്ട്. ഇത് 5-6 ഐറ്റം ഉണ്ട്. അല്ലാതെ 60 വയസ്സ് കഴിഞ്ഞവർ വേണ്ടോ അതൊന്നും ഞാൻ പറയണല്ല. എല്ലാം കൂടി കൊള്ളാല്ലേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഫുള്ള് പച്ചപ്പ്, കൃഷി, വാഴ, അടയ്ക്ക, മനസ്സ് പറയുന്ന കാഴ്ചകള്. അത് മാത്രമല്ല സന്തോഷമുള്ള മനുഷ്യ മുഖങ്ങൾ ഇവിടെ കാണാൻ പറ്റി. ഇപ്പൊ ഈ പെൻഷൻ കിട്ടിയില്ലേ? കൊണ്ടുവന്നു. അമ്മ ഇപ്പോഴും കണ്ടില്ലോ, എല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ട് അമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. അതെ ശിവി സന്തോഷത്തോടു കൂടി. അല്ലെ തന്നെ കേരളത്തിൽ ജീവിക്കണ എന്ത് പേടിക്കാനല്ലോ. നമുക്ക് അതിന്റെ പേടിയേ ഇല്ല. ആരായാലും നോക്കും. പഞ്ചായത്ത് ഉണ്ടോ നമ്മളെ ആരും വന്നിട്ടുണ്ട്. വീട്ടുകാർ നോക്കിയോ നാട്ടുകാർ നോക്കും. വീട്ടുകാർ നോക്കുന്നുണ്ട്, ഇവരെല്ലാരും എന്നെ നോക്കുന്നുണ്ട്. 4 മക്കളുണ്ട്. ഇത് മലയാളികൾക്ക് മാത്രം എന്താണ് തന്റെ ഇടത്തോടു കൂടി പറയാൻ പറ്റുന്ന വാക്കുകളായി അമ്മയിരുന്ന് പറഞ്ഞ കേട്ടോ.
വീട്ടുകാരുണ്ട്, ഇല്ലെങ്കിൽ പഞ്ചായത്ത് നോക്കും, ഇല്ലെങ്കിൽ നാട്ടുകാർ നോക്കും. ഇത് മലയാളികളുടെ ഒരു ഉറപ്പും ഗ്യാരണ്ടി അല്ലയോ? മനസ്സിന്റെ ഒരു വിശ്വാസമാണ്. വിശ്വാസമല്ലേ? നമ്മളെ മറ്റേ കേരളത്തിൽ പ്രളയം വന്നപ്പോ കൊച്ചി പിള്ളേരല്ലേ, നമ്മൾ അതുവരെ ആ പിള്ളേരെ അംഗീകരിക്കില്ലായിരുന്നു. പിള്ളേർക്ക് ഒന്നും അറിയണ്ട, സോഷ്യൽ മീഡിയയിൽ ചുമ്മാ ഇരിക്കണ പിള്ളേരാന്നുണ്ട്. ആ പിള്ളേരല്ലേ നമ്മളെ രക്ഷിക്കാനായിട്ട് ലോറി നിറയെ സാധനങ്ങളൊക്കെ ആയിട്ട് കേരളം മുഴുവൻ ഓടി നടന്നാണ്. തോണിയും കൊണ്ട് വരും. അതാണ്. അതുകൊണ്ട് നമ്മള് മലയാളികൾ എന്ന് പറഞ്ഞാൽ മലയാളികൾ തന്നെ, അവർക്ക് പറ്റിയ ഒരു സർക്കാരും ഉണ്ട്. സിബി, എന്താണ് ഇവിടുത്തെ ഒരു സന്തോഷം? ഒട്ടും പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ടുപേർക്കും പെൻഷൻ ഉണ്ട്. ആ, രണ്ടുപേർക്കും പെൻഷൻ ഉണ്ടോ? അത് സന്തോഷമായല്ലോ. സർക്കാർ ഈ ഒരു പെൻഷൻ മുടങ്ങാതെ തരുന്നുണ്ടോ? ഇതുവരെയും തരുന്നുണ്ട്. ശരി, വലിയ സന്തോഷം കേട്ടോ. ഈ 90 വയസ്സിലെ ഈ മുഖത്ത് ഈ ചിരിന്ന് കാണാൻ പറ്റിയല്ലോ. അങ്ങനെ കാസർഗോഡിന്റെ ഗ്രാമപഞ്ചായത്തുകളിലൂടെ മുഴുവൻ നടന്ന് തിരിച്ചിവിടെ തന്നെ എത്തിയിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ കണ്ട കാഴ്ചകൾ എനിക്ക് മറക്കാൻ പറ്റില്ല. നമ്മുടെ പ്രേക്ഷകർക്കും മറക്കാൻ പറ്റുന്നില്ല. ആൾക്കാരുടെ മുഖത്ത് കണ്ട ആ സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തി. ഇപ്പൊ നമുക്ക് സിബിയെ വിട്ടേക്കാം. അപ്പൊ സിബി അങ്ങ് പോയി. അപ്പൊ നമ്മളിപ്പോ കണ്ടത് കാസർഗോഡിന്റെ ഒരു കാഴ്ച മാത്രമല്ല കേട്ടോ, ഇത് കേരളത്തിന്റെ മൊത്തം കാഴ്ചയാണ്. ഞാൻ പറഞ്ഞത്, എവിടെയെങ്കിലും ലോകത്തൊരു സർക്കാർ ഉണ്ടെങ്കിൽ, ജനങ്ങൾക്ക് വേണ്ടിയാണ് ആ സർക്കാരെങ്കിൽ, കണ്ടുപഠിക്കാനുള്ള പാഠമായി മാറുകയാണ് നമ്മുടെ കേരളത്തിലെ ഈ കാഴ്ചകൾ. ഒരു സർക്കാരിന്റെ ദൃഢനിശ്ചയം, അതായത് പറയുന്ന വാക്കുകൾ നടപ്പിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നു. അതുപോലെ ദൃഢനിശ്ചയമുള്ള ഒരു സർക്കാരിനെയും കൂടെ പരിചയപ്പെട്ട സന്തോഷത്തിൽ ഞാനും ഇറങ്ങുകയാണ്. ഇങ്ങനെ ആയിരിക്കണം ഒരു സർക്കാർ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ടത്. ഇതാണ് ജനാധിപത്യം.